സാരി ബ്ലൗസ് ഷോൾഡർ താഴോട്ട് ഇറങ്ങി വരുന്നതായിട്ട് കാണാം പല ആൾക്കാർ ഇടുമ്പോഴത്തേക്കും. അപ്പോൾ അതങ്ങനെ ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ടിപ്പ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ നമ്മൾ ബ്ലൗസ് തയ്ക്കുമ്പോഴത്തേക്കും ബ്ലൗസിൻ്റെ മേൽത്തുണ്ട് നമ്മൾ എത്രയാണോ അളവെടുക്കുന്നത് അതനുസരിച്ച് എടുത്തതിന് ശേഷം നമ്മുടെ ബ്രസ്റ്റ് പോയിൻ്റ് കറക്റ്റായിട്ട് എടുത്ത് തയ്ച്ചാൽ കറക്റ്റായിട്ട് നമുക്ക് ഷോൾഡർ ഇരിക്കും. അപ്പോൾ അത് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ ഷോൾഡറിൽ നിന്നും ബ്രസ്റ്റ് പോയിൻ്റ് ലെങ്ത് എത്രയാണ് വേണ്ടത്. അപ്പോൾ ഈ ബ്ലൗസിന് 10.5 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഷോൾഡറിൽ നിന്നും താഴോട്ട് ലെങ്ത് 10.5 ഇഞ്ചും ബ്രസ്റ്റ് വിത്ത് എന്ന് പറയുന്നത് 4 ഇഞ്ചുമാണ് ഈ ബ്ലൗസിന് വരുന്നത്. ഈ 4 ഇഞ്ചും 10.5 ഇഞ്ചും ഒരു പോയിൻ്റ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ബ്ലൗസ് കറക്റ്റായിട്ടിരിക്കുള്ളൂ, ഷോൾഡർ ഇറങ്ങാതെ ഇരിക്കുള്ളൂ. അപ്പോൾ ഇത് രണ്ടും കറക്റ്റായിട്ട് അടയാളപ്പെടുത്തിയതിന് ശേഷം ബ്രസ്റ്റ് ഡോട്ട് ഇതിൽ 1.25 ഇഞ്ചാണ് ഈ ഡോട്ടിന് വരുന്നത്. അപ്പോൾ അതും എടുത്ത് താഴേന്ന് മേളിലോട്ട് 10.5 ഇഞ്ച് നമ്മളെവിടെയാണ് അടയാളപ്പെടുത്തി ആ ഭാഗത്ത് തയ്ച്ച് യോജിപ്പിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഒരിക്കലും നിങ്ങൾ ഇത് തുണി വെട്ടിയതിന് ശേഷം താഴേന്ന് മേളിലോട്ട് ഇപ്പോൾ 2.5 ഇഞ്ചോ 3 ഇഞ്ചോ അടയാളപ്പെടുത്തി ഒരിക്കലും തയ്ക്കരുത്. അപ്പോൾ നമുക്ക് തയ്ച്ചിടുമ്പോഴത്തേക്കും ഒരിക്കലും ശരിയാവണമെന്നില്ല. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ബ്ലൗസ് മേളിൽ നിന്ന് താഴോട്ട് നമ്മൾ ബ്രസ്റ്റ് ലെങ്തും ബ്രസ്റ്റ് പോയിൻറ്റും ഒരിടത്ത് കിട്ടിയാൽ മാത്രമേ നമ്മുടെ ബ്ലൗസ് പെർഫെക്റ്റ് ആയിട്ടിരിക്കുകയുള്ളൂ. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിച്ച് നിങ്ങൾ ബ്ലൗസ് തയ്ച്ച് ഇട്ട് നോക്കുക. അപ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റിയതിൻ്റെ വ്യത്യാസം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.